ഞാനിവിടെ നമ്മുടെ പാർക്കിൽ ഓടാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയിലിരിക്കട്ടെ നോക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു മാൻ വന്നിട്ട് നോക്കിയിട്ട് ഒരാളും ഉള്ളൂ കേട്ടോ. ഇതിവിടെ നമ്മുടെ കാടിൻ്റെ പുറത്താട്ടോ. അവിടെ ഒരു അണ്ണാനും ഉണ്ട്. അണ്ണാനും മാനും കൂടിയിട്ടുള്ള കളിയാന്ന് തോന്നുന്നു. ഒരു മാനേ ഉള്ളൂ, ബാക്കിയുള്ളവർ എനിക്കൊന്നും ഇവിടെ ഉണ്ടാവുമായിരിക്കും. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പശുക്കുട്ടിയുടെ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അണ്ണാനും അവിടെ ഒന്നും മാറണമില്ല. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വേറെ ഒറ്റ വണ്ടികൾ വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ രാവിലെ സമയം 6:15 കേട്ടോ. ഇവിടെ സമ്മറായില്ല, അപ്പം അതുകൊണ്ട് തന്നെ നേരം പെട്ടെന്ന് വെളുക്കും. 5 മണി 5:15 ആകുമ്പോഴേക്കും നേരം നന്നായിട്ട് വെളുക്കും. മാന എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു അവിടെ വയ്ക്കാൻ ആ സൈഡിലാണ് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങോട്ടേക്കായിട്ട് പോകണത് ഈ മാന്. കൂട്ടത്തിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇനി ഇവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടും കേട്ടോ. മാന് പിന്നെ ഭയങ്കര സ്പീഡുണ്ടല്ലോ. പേടിച്ചിട്ടുണ്ടോ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ അതിലാണ് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോണേ. ആ വഴിക്ക് തന്നെയാണ് അങ്ങോട്ടേക്ക് ഓടിക്കാറുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ചെടികൾ പോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങളുണ്ട്. അതിനൊക്കെ കുറേ പൂ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഞാൻ വരുമ്പോൾ നിറച്ചും പൂവുണ്ടായിരുന്നു. നോക്കിയിട്ട് ഇപ്പം ആ പൂവൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വിചാരിക്കാറുണ്ട്, ഈ എച്ചികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലപ്പൂ പോകുമ്പോൾ മണം വരും എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു മണമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഭയങ്കര മണമായിരുന്നു ഈ പൂവിന്. ഇപ്പം മണമൊക്കെ അതിൻ്റെ പോയി. പൂവൊക്കെ ഇപ്പോൾ വാടി തുടങ്ങി. ഇങ്ങനത്തെ 5-6 പല സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പൂവൊക്കെ ഉണ്ടായിട്ട്. നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കാര്യമൊന്നും മാറുന്നു. രാവിലെ സൂര്യനാണ്ട് ഉദിച്ച് വരുമ്പോഴുണ്ടല്ലോ, ആ വെട്ടം അങ്ങോട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്.
നിൽക്കുന്നത് മൾബറിയുടെ മരം കേട്ടോ. അതുമ്പോൾ നിറച്ചും പഴങ്ങൾ പഴുത്തേക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് പഴുത്തിട്ട് കുറേയൊക്കെ കിളികൾ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയൊക്കെ പഴുത്തിട്ടുണ്ട്, കുറേയൊക്കെ പഴുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഇതങ്ങനെ ആരും കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ല കേട്ടോ. ഇത് ഒരു കാട്ടുമരമായിട്ടാണ് സാധാരണ ഇവിടെ അങ്ങനെ കാണാറുള്ളത്. ഇത് വെച്ചിട്ട് ജാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയാറുണ്ട്. ഇത് ഇവിടെ അങ്ങനെ ആരും പറിച്ചങ്ങനെ കാണാറില്ല. ഞാൻ ഇടയ്ക്ക് പറിച്ചെടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. മഴയില്ലാത്ത സമയത്തൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരം കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതിന്. ഇത് വലിയൊരു മരം കേട്ടോ. എല്ലാത്തും എന്താ ഇതൊക്കെ നന്നായിട്ട് പഴുത്ത് കിടക്കുന്നു. എനിക്ക് നന്നായിട്ട് കറുത്തിട്ടുണ്ട്, നല്ല പഴുപ്പായിട്ടുണ്ട്. പഴുത്തത് കിളികൾ വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മരം നിറച്ചുണ്ട്. 2 ദിവസം പോയി ഞാൻ നോക്കിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരുമിച്ച് അങ്ങനെ പഴുക്കില്ലല്ലോ. പഴുക്കുന്നത് ഇവർ വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. വലിയ മരം ഇതേക്ക് നോക്കിക്കേ, എന്തോരം പഴുത്തെടുക്കുന്നതെന്ന് നോക്കിക്കേ. നല്ല മധുരമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രാണിയൊന്നുമില്ല കേട്ടോ ചില സമയത്ത്. നമ്മൾ പ്രാണിയൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രാണി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതുമ്മ ഒരു പ്രാണിയില്ല, ഒന്നുമില്ല. അയ്യോ താഴെ വീണു. നമ്മുടെ ചിമ്പുട്ടൻ നിൽക്കണമെങ്കിൽ അവിടെ ചൂടിൻ്റെ മുകളിലാണ് ചിമ്പുട്ടൻ കയറിയിരിക്കണത്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കണം. നമ്മളിപ്പോൾ മിയാ കിച്ചണിൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും മിക്ക ദിവസവും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണാണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറേ പേര് എനിക്ക് വാട്സപ്പിലും പിന്നെ യൂട്യൂബിലും നമ്മുടെ വീഡിയോയുടെ അടിയിൽ കുറച്ച് പേരൊക്കെ വന്നിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മീക്ക് എന്താണ് പറ്റിയത്, മീക്ക് വല്ല അസുഖമാണോ, സുഖമായിട്ടിരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഒരു കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് ഇപ്പോൾ. മിക്ക ദിവസമായിരുന്നാലും എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഉള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു 1.5 ആഴ്ച ആയിട്ടുണ്ടെന്നാണോ, ഒരു 1.5 ആഴ്ച മുമ്പ് ഞാൻ എൻ്റെ ഒരു മെനു ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെനു ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ആ മെനു നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച 1.5 ആഴ്ച ആവാറായിട്ടുണ്ട്. മിക്ക ദിവസം എനിക്ക് ഓർഡറുകൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കായിരുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കാറുണ്ട്, ഇന്ന് ചെയ്യണം വീഡിയോ, എല്ലാ ദിവസവും വിചാരിക്കും ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് സമയം കിട്ടാറുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ സമ്മറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തും പണിയുണ്ടാവും. പക്ഷെ പുറത്തിപ്പോൾ ഞാൻ അധികം പണി ചെയ്ത് ഞാനും കുറവാണ്. കോൺസെൻട്രേറ്റ് തന്നെയാണ് പുറത്തെ പണികളൊക്കെ ചെയ്തത്. പക്ഷെ നമ്മൾ പച്ചക്കറികളൊക്കെ ഞാൻ ഓൾറെഡി എല്ലാവരും നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത്രയ്ക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. എന്നാലും വൈകിട്ട് എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറിച്ച് നടാനൊക്കെ ഉണ്ടാവും. അതൊക്കെ നടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, ആർക്കെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ
ഇങ്ങനെ ഹോട്ടലായിട്ടൊന്നും അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല എനിക്ക്. പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാകുമ്പോൾ ഭയങ്കര തിരക്കും, പിന്നെ അതിങ്ങനെ എന്താ പറയുക, എപ്പോഴും നമുക്ക് ഭയങ്കര ബിസിയൊക്കെ ആയിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോൾസാൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കഴിയുമ്പോൾ പോൾസാൻ്റെ ആദ്യം പണ്ടൊക്കെ അങ്ങനെ പറയാറുള്ളപ്പോൾ പോൾസാൻ്റെ പറയും എന്തിനാ അത് ചെയ്യണേ, വേണ്ടാന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു പോൾസാൻ പറഞ്ഞു ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയമായപ്പോൾ ഞാനിങ്ങനെ മെനു ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് മെനു എനിക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എഴുതി എല്ലാം ലിസ്റ്റൊക്കെ ചെയ്തിട്ട് നീയടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നീയാണ് എനിക്ക് അതിനെ ശരിക്കും ഒരു മെനു ഒക്കെ ആക്കിയിട്ട് അതിനെ എനിക്ക് റെഡിയാക്കി തന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മെനു നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാട്സപ്പിൽ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ തന്നെയാണോ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, വേറെ ആരും ഹെൽപ്പിനൊന്നുമില്ല. അപ്പോൾ പിന്നെന്താ പറയണേ, ഓക്കെ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ മിക്ക ദിവസം ഓർഡർ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇന്ന് ഓർഡർ ഉണ്ടായിരുന്നില്ല, ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ പൊതിച്ചോറുണ്ടായിരുന്നു. ഇന്നലെ നമ്മളൊരു 11 പൊതിച്ചോറ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അകലേക്കൊന്നും നമ്മളങ്ങനെ കൊടുക്കണില്ല, കാരണം നമുക്ക് ഡെലിവറി ഇല്ല. ഇവിടെ വന്നിട്ട് വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അകലെ നിന്നുള്ള ആൾക്കാരൊന്നും അങ്ങനെ വരുന്നില്ല. ഇവിടെ നമ്മുടെ അത്രയ്ക്ക് അടുത്തൊന്നായിരിക്കുന്നില്ല, എന്നാലും അത്യാവശ്യം വന്ന് വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് വാങ്ങാറുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഫാദേഴ്സ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ന്യൂ ജേഴ്സിയിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണാൻ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ബിരിയാണി വരെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവർ നമ്മുടെ വീഡിയോ കാണുന്നവരെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അവരിങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് അവർ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ മീയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടാണ് അങ്ങനെ അവരിങ്ങനെ പറഞ്ഞത് ഓക്കെ നമ്മുടെ മീയുടെ വീഡിയോ ഒക്കെ കാണാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അന്ന് വൈകിട്ട് പിന്നെ ഒരു പാർട്ടിയുടെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവരായിട്ട് അധികം നേരം വർത്തമാനം പറയാനൊന്നും പറ്റിയൊന്നുമില്ല. അന്ന് ഞാൻ പാലട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് അവർക്ക് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ അവർ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ പണ്ട് നമ്മൾ മിക്ക ദിവസം വീഡിയോ ഇടാറുണ്ടായിരുന്നു. കാരണം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു വീഡിയോ ഇടുന്നത്. കാരണം നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച ഒരു വീഡിയോ ഇടാണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും ഇന്ന് ഇടണം നാളെ ഇടണം. പക്ഷേ എനിക്ക് ഒറ്റ ദിവസം ഇടാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നെ കാണാണ്ടായപ്പോൾ ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്ത് പറ്റിയാവുമെന്ന് വിചാരിക്കുന്നുണ്ടാവും വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എന്തായിരുന്നാലും അപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ സമയം ഇപ്പോൾ വൈകിട്ട് ഇപ്പോൾ 6:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും ഞാൻ എന്തായിരുന്നാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ വേറെ എന്തൊക്കെ വിശേഷം, പിന്നെ നമ്മുടെ ചിമ്പുവിൻ്റെ വിശേഷമൊക്കെ ചിലപ്പോൾ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് ചിലപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. ചിമ്പു നമ്മുടെ വെക്കേഷനെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചിമ്പു നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വൈകിട്ട് ചിമ്പുവിനെ ഞാൻ കാണിക്കാം, വീഡിയോ പിടിച്ചിട്ട് കാണിക്കാം. ചിമ്പു ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല കേട്ടോ. ചിമ്പു നമ്മുടെ കോഴിക്കോടിൻ്റെ അവിടെ അവൻ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ, അവിടെ തന്നെയാണ് പകൽ മുഴുവനും ചിമ്പു അവിടെ തന്നെയാണ് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിനെ താറാവിനെയൊക്കെ അയച്ചിടുമ്പോൾ ചിമ്പു അവരുടെ പിന്നാലെ വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിമ്പു താറാവിനൊക്കെ പിടിക്കും കോഴിനൊക്കെ പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിമ്പു ആരേനും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ചിമ്പു ഭയങ്കര തമാശയാണ്. എന്താ വെച്ചാൽ ഭയങ്കര കളിയാണ് പുള്ളി. കുഞ്ഞു താറാവുകളെയാണ് കൂടുതൽ ഇഷ്ടം. എല്ലാവരുടെയും പിന്നാലെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇവരൊരു കൂട്ടം കൂടി നിൽക്കുമ്പോൾ അവരുടെ പിന്നാലെ അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും. പിന്നെ എവിടെയെങ്കിലൊക്കെ ഓടിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ പോകണം. അത് കഴിഞ്ഞിട്ട് അവർ കൂട്ടിൽ കയറുമ്പോൾ ചിമ്പുവിന് അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ചിമ്പു അവിടെ ഇരിക്കും. പിന്നെ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ നമ്മളവിടെ ഗ്രീൻ ഹൗസിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ട് അവന് കയറാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ആദ്യം അടച്ചു വെച്ചേക്കായിരുന്നു, അതിൻ്റെ ഉള്ളൊന്ന് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ അത് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നല്ല മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ചിമ്പു അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ ഇനി പേടിക്കാനില്ല. ചിമ്പുവിന് മഴ പെയ്യുമ്പോൾ സ്നോ വീഴുന്ന സമയത്തൊക്കെ ചിമ്പുവിന് ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലാണ് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ചിമ്പുവിനെ അവിടെ കയറിയിരിക്കുക.
പിന്നെ ചിമ്പൂനെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാ. അലീന ഒരു ദിവസം ഇങ്ങനെ ഒരു മുളയുടെ ഒരു കോല് നല്ല നീളമുണ്ട്, ആ കോല് കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ആൾ ഓടി വന്നോണ്ട് ആ കോലുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും, അതിനെ കടന്നിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ എനിക്ക് നേരം കിട്ടുമ്പോഴായിരുന്നാലും ഞാൻ വൈകുന്നേരം എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും പോയിട്ട് അവിടെ ഇരിക്കും. കോഴിനെ താറാവിനൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിമ്പു കളിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ആ കോലിൻ്റെ പിന്നാലെ കിടന്നിട്ട് കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ചിമ്പു വലുതായി, നല്ല ഭംഗിയുണ്ട് ചിമ്പുവിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ആസ്പിൻ കൂടെ, ആസ്പിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്പിൻ ചിമ്പുവിനെ കണ്ടില്ലെന്ന്. ആസ്പിൻ ചിമ്പുവിനെ കാണണൊക്കെ ഉണ്ട്, പക്ഷേ ആസ്പിന് ഒരു മൈൻഡും ചെയ്യുന്നില്ല ചിമ്പുവിനെ. സാധാരണ ഇവിടെ എന്തെങ്കിലും പൂച്ചകളൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആസ്പിനെ എപ്പോഴും ഓടിക്കാറുണ്ടല്ലോ, പക്ഷേ ചിമ്പുവിനെ നോക്കണമെന്നില്ല. ഇങ്ങനെ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് മാറിപ്പോകും. ചിമ്പുവിനായിട്ട് ഒരു കൂട്ടും കൂടില്ല. അവർ രണ്ടുപേരും കൂട്ടുകൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ അവർ രണ്ടുപേരും അങ്ങനെ കൂട്ടൊന്നും കൂട്ടണമെന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ചിമ്പുവിൻ്റെയും പിന്നെ ആസ്പിൻ്റെയും വിശേഷങ്ങൾ. പിന്നെ ഒരാഴ്ചയുടെ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഡാലിയ തോട്ടത്തിൽ ഡാലിയൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. പൂവ് മുട്ടൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. പച്ചക്കറികളൊക്കെ കഴിഞ്ഞ ആഴ്ച വരേക്കും അത്യാവശ്യം എന്തെങ്കിലും പ്രാണിയായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ആഴ്ച വരേക്കും അത്യാവശ്യം നല്ല രാത്രിയാകുമ്പോൾ നല്ല തണുപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് അധികം ചൂടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ അങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അത്യാവശ്യം നല്ല ചൂട് വരുന്നുണ്ട്. ഇന്ന് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താ വിശേഷം? ഞാൻ സാധാരണ നമ്മുടെ ബാക്കിൽ നിന്നിട്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. ഇത് ഞാൻ ബാക്കിൽ നിന്നിട്ട് വീഡിയോ ഇവിടെ ഫ്രണ്ടിലാകുമ്പോൾ ഈ വണ്ടികൾ പോകണമെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ അയൽവാസി അവിടെ വലിയ സ്പീക്കറിൽ, അയൽവാസിയോട് കുറച്ച് അകലെയാണ് താമസിക്കുന്നത്, പക്ഷേ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് ഭയങ്കര സൗണ്ട്. അപ്പോൾ പിന്നെ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾ പോകണേൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ എന്നിട്ടാ പിന്നെ ഞാൻ ഈ ആൾക്കാർ ഓർഡർ കൊടുത്തിട്ട് ഭക്ഷണത്തിൻ്റെ കുറച്ച് എണ്ണത്തിൻ്റെയൊക്കെ ഞാൻ എത്തിച്ചപ്പോൾ നമ്മൾ തിരക്ക് തന്നെയായിരിക്കും. കാരണം ആൾക്കാർ പറയുമ്പോൾ നമ്മളെ കറക്റ്റ് സമയത്തിനൊക്കെ കൊടുക്കണമല്ലോ. പിന്നെ ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ പിള്ളേർ ഇപ്പോൾ ഇവിടെ ഇല്ല, അലീനയും നീനി ഉണ്ട്. അതാണ് അവർ കുക്കൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ അവർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ പാക്ക് ചെയ്ത് തരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഓരോ പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അലീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ പിടിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊതിച്ചോറ് ഞാൻ ആദ്യമായിട്ടാണ് കൊടുത്തത്. പിന്നെ നമ്മൾ കൂടുതലും നമുക്ക് ഓർഡർ വരാനുള്ളത് ബിരിയാണി, പിന്നെ എന്താ കട്ട്ലേറ്റ്, അപ്പം, പിന്നെ നമ്മുടെ നാടൻ കറികൾ, മീൻകറി, അങ്ങനെ പിന്നെ കുറച്ച് പിന്നെ ഒരു രസാച്ചപ്പം വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും ബിരിയാണി അല്ലെങ്കിൽ നമ്മുടെ നാടൻ കറികൾ, പിന്നെ അല്ലെങ്കിൽ സാമ്പിൻ കറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ ബിരിയാണി, അങ്ങനെയൊക്കെയാണ് നമുക്ക് കുറേ ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ മെനുവിൻ്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ തിരക്കായിപ്പോയത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചീര വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ലഞ്ച് വ്ളോഗായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പാണ് ഞാൻ ഈ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ നോക്കി കഴിയുമ്പോൾ ചീര ഓൾറെഡി നന്നായിട്ട് വലുതായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഐസ്ക്രീം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പുറത്തേക്ക് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ച ആയിട്ടുണ്ടാവും. പിന്നെ രാവിലെ ഞാനത് എടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ഐസ്ക്രീമാണ്. പക്ഷേ അത് ഇരുന്നിട്ടേ ഫ്രീസറിൽ ഇരുന്നിട്ട് ഇപ്പോൾ കുറേ ദിവസമായില്ലോ, ഇപ്പോൾ ഒരു 1.5 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്രീസ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ടെക്സ്ചറൊന്നും ശരിക്കും അത്രയ്ക്കാണ്ട് ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐസ്ക്രീം നല്ല സൂപ്പർ ഐസ്ക്രീമാണ്. മാംഗോ ഇപ്പോൾ നാട്ടിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ സമയമല്ലോ, അപ്പോൾ മാങ്ങ ചേർത്തിട്ടുള്ള മാംഗോ ഐസ്ക്രീം. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളെ കാണിക്കാം. ഞാൻ അവസാനം അത് കട്ട് ചെയ്തെടുക്കുമ്പോഴൊന്നും അതിൻ്റെ ടെക്സ്ചറും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് അത്രയ്ക്കാണ് ശരിയായിട്ടുള്ളത്. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ നല്ല സൂപ്പർ ഐസ്ക്രീമാണ്. അത് മുട്ടയ്ക്ക് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ മുട്ടയുടെ അങ്ങനെ ഒരു ടേസ്റ്റാണ്, മുട്ടയുടെ ഒരു കുത്തൊന്നും വരുമൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കണമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഐസ്ക്രീമാണ് അത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ആസ്പിനെ നമ്മുടെ ഇവിടെ ഒരു കിളികൾ കിടന്നിട്ട് ഓടിക്കുന്നുണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോൾ ഈ കിളികൾ ചിലപ്പോൾ മുട്ടയിട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് തന്നെയാട്ടോ കാരണം. ഇന്ന് രാവിലെ ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ബാക്കി കൂടെ ഇറങ്ങി ഷൂ അവിടെ കിടന്നത്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നീലക്കിളി ഉണ്ടല്ലോ, അതിനെ പൂജയെന്നാണ് പറയുന്നത്. അത് ഇവിടെ അധികമൊന്നും അങ്ങനെ വരാൻ തോന്നില്ല. ഇന്ന് രാവിലെ ഞാൻ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും അമ്മയും എല്ലാവരും കൂടിയിട്ട് കുറേ എണ്ണങ്ങൾ ഇവിടെ പല സ്ഥലത്തും കിടന്ന് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അവർ ഇവിടെ എവിടെയോ അവരുടെ മുട്ട എങ്ങടെ കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആസ്പിനെ അവർ ഏത് നേരം ഇട്ടിട്ട് ഓടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് അതാണ് കാരണം. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ പിന്നെ നാട്ടിലായിരുന്നാലും ഇപ്പോൾ ചൂടൊക്കെ മാറി അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ മഴയുടെ സമയമൊക്കെ മാറി, എന്നാലും ഇടയ്ക്ക് മഴ പെയ്യും. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ വേറെ കുറേ ഇങ്ങനെ സമ്മറൊക്കെ ആകുമ്പോൾ പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടാവും ഈ കാണിക്കാൻ വേണ്ടിയിട്ട്. റോസാപ്പൂക്കളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ കുറേ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കൂടിയിട്ട് ഞാൻ കാണിക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ശരി, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടെ. ഞാൻ ഈ പുറത്തെ കാഴ്ചകളും കൂടിയിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ ചിമ്പുട്ടൻ കിടന്ന് ചാടുന്നത് എന്തിനാണെന്ന് അറിയട്ടെ. നമ്മുടെ ഇതുണ്ടല്ലോ മിന്നാമിനിങ് കുറേ കിടന്നിട്ട് ഓടുന്നുണ്ട്. അവന് മിന്നാമിനിങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണ്. മിന്നാമിനിങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് അവിടെ. ഇനിയിപ്പോൾ നമ്മുടെ താറാവുകളും കോഴികളൊക്കെ കൂട്ടിക്കയറാൻ നേരമുണ്ട്. ഇനിയിപ്പോൾ ചിമ്പുട്ടനും പോരൂട്ടാ കണ്ട കളിക്കണുണ്ടല്ലേ, നല്ല രസമൊക്കെ കിട്ടിയെന്നാണ് ഒരു മിന്നാമിനിങ്ങിനെ. ചിമ്പു എല്ലാവരെയും കൂട്ടിൽ കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ താറാവുകളാണ് ഇനിയിപ്പോൾ അവസാനം ഇവിടെ നിന്ന് പുല്ലിൽ നിന്ന് കയറുന്നത് കേട്ടോ. അവരേനെയും കൂടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ചിമ്പുട്ടൻ വരുള്ളൂ കയറാൻ വേണ്ടിയിട്ട്. ചിമ്പു ചിമ്പു ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇന്നവരെ തൊടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളായിട്ട് അടുപ്പാണ്. നമ്മളോട് കളിക്കാൻ അതിനൊക്കെ വരും. പക്ഷേ നമ്മൾ തൊടാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ ആൾ ഓടിപ്പോവും. ഇപ്പോൾ നേരം ഇരുട്ടായിട്ടുണ്ട്. ഞാൻ ഒന്ന് പുറത്ത് പോയേക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരെ ഇരുട്ടായി. നമ്മുടെ കുഞ്ഞിത്താറാവുകളൊക്കെ വലുതായിട്ടാ. എന്ത് വലുതായി എന്നൊക്കെ. കുഞ്ഞിത്താറാവുകളൊക്കെ ശരിക്കും നമ്മുടെ വലിയ താറാവിൻ്റെ അത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിമ്പുട്ടെന്താ നമ്മുടെ താറാവുകളൊക്കെ കയറുന്നത് നോക്കി നിൽക്കാട്ടോ ചിമ്പുവിന് ഇവരനൊക്കെ കൂട്ടി കയറ്റി സേഫ് ആക്കിയിട്ട് വേണം ചിമ്പുവിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ചിമ്പ് നോക്കിയിരിക്കുന്നുണ്ടല്ലേ. കുറുക്കം വരുമ്പോൾ ചിമ്പ് പിടിക്കുമെന്ന് നമുക്ക് തോന്നണത്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ ഫുള്ളായിട്ടുള്ള മറ്റേ വാഴല കിട്ടില്ലല്ലോ. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ പീസുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള കറികളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇഞ്ചിയും പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ വറുത്തത്, പിന്നെ നമ്മുടെ ചെറിയ ടൈപ്പ് മീനുണ്ടല്ലോ ആ മീൻ വറുത്തത്, പിന്നെ കടുമാങ്ങച്ചാറ്, പിന്നെ ബീട്രൂട്ട് തോരൻ, പിന്നെ ഇത് നമ്മുടെ ഉരുളൻകിഴങ്ങും, പിന്നെ ഞാനെപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാമല്ലോ എനിക്കിഷ്ടമുള്ള ഒരു ബീൻസ്, ലൈമ ബീൻസ്, ആ ബീൻസ് അതും കൂടിയിട്ടുള്ള ഒരു എരിശ്ശേരി പോരാ ഒരിത്. പിന്നെ അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ ചെമ്മീൻ ചമ്മന്തി കേട്ടത്. ചെമ്മീനും പിന്നെ തേങ്ങയും ഒരു ഇച്ചിരി വാളംപുളി കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുത്തത്. പിന്നെ ഇത് പുളിങ്കറി കേട്ടാ. പുളിങ്കറി എന്നാലും എനിക്കാണോ മലയാളികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സാധനമാണല്ലോ പുളിങ്കറി. പിന്നെ ഇത് നമ്മുടെ കടലപ്പരിപ്പും പിന്നെ പടവലങ്ങയും കൂടിയിട്ട് നമ്മൾ ലഞ്ച് വ്ളോഗിലൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് അത്. പിന്നെ നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും പുളി. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളായിട്ട് നമ്മൾ പൊതിച്ചോറിൽ വെക്കുന്നത്. പിന്നെ മുട്ട പൊരിച്ചതും കൂടിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ സമയത്ത് ഓരോന്ന് പൊരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയും കൂട്ടം കറികളുണ്ട്. അപ്പോൾ എത്ര കൂട്ടം കറികളുണ്ട്? 1 2 3 4 5 6 7 8 9 10 കൂട്ടം കറികളാട്ടോ നമുക്ക് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ പൊതിച്ചോറ് പൊതിയിട്ട് കേട്ടോ.
ഇഞ്ചിയും പുളി ഇട്ടത്. ഈ ബാക്കിയുള്ള പൊതിച്ചോറുകളൊക്കെ പൊതിയാൻ വേണ്ടിയിട്ടുണ്ട്. ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൂടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കാം. അപ്പോൾ 2 മുട്ടയായിട്ടാണ് എടുക്കുന്നത്. ഞാൻ അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കാരണം തണുപ്പുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം ഒന്ന് കൂടി നിൽക്കണം. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് വരുമ്പോഴേ അത് പാകത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ. അടുത്തത് നമുക്ക് വേണ്ടത് പാലാണ് വേണ്ടത്. സാധാരണ നമ്മുടെ പശുമ്പാൽ. അത് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുക്കുന്നത്. ഞാൻ എല്ലാത്തിൻ്റെ അളവ് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവ് എടുത്താലും മതി. കാരണം കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് മെഷറിംഗ് കപ്പിൽ എടുത്താലേ അത് ശരിയായിട്ട് വരുള്ളൂ. പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അടുത്തത് നമ്മൾ ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറായിട്ട് ചേർക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഒരു പാനിലേക്ക് നമ്മൾ ഒഴിക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ അടുത്തത് നമ്മൾ തീ ഓണാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കൂട്ടം സാധനങ്ങളും കൂടിയിട്ട് ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് മാംഗോ പൾപ്പും ചേർക്കണം, പിന്നെ പാൽപ്പൊടിയും ചേർക്കണം. പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. മാംഗോ പൾപ്പ് ഞാനിവിടെ 1 കപ്പാണ് ചേർക്കുന്നത്. അത് വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ ഫ്രഷ് മാങ്ങ അടിച്ച് എടുത്തിട്ടുള്ള പൾപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങണ മാംഗോ പൾപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. ഒട്ടും വെള്ളം ചേർത്തിട്ട് മാംഗോ പൾപ്പ് റെഡിയാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മാംഗോ പൾപ്പും കൂടിയിട്ട് ചേർക്കാണ്. ഇത് നല്ല തിക്കായിട്ടിരിക്കണം മാംഗോ പൾപ്പാട്ടോ. അപ്പോൾ 1 കപ്പ്. വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ മാങ്ങ അടിച്ചിട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് അടിക്കുമല്ലോ. അങ്ങനെ അടിക്കരുത് കേട്ടോ. ഇത് കെസർ മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങയുടെ പൾപ്പാട്ടോ. നല്ല മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ ചേർക്കുന്നത് 3/4 കപ്പ് പാൽപ്പൊടി. പാൽപ്പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പോലെ ചേർക്കാം കേട്ടോ. നോക്കിക്കേ, ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ തിക്കായി ഇതാ മുകളിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് ഇരുന്നിട്ട് ചൂടാറട്ടെ. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇത് പകർത്താട്ടെ. നോക്കിക്കേ, ഇതിൻ്റെ ടെക്സ്ചർ നോക്കിക്കേ, എന്ത് സ്മൂത്തായിട്ടാണ് കിട്ടിയേക്കണേ നോക്കിക്കേ. നോക്കിക്കേ, ഇതിൻ്റെ ടെക്സ്ചർ നോക്കിക്കേ, എന്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേ നോക്കിക്കേ. ഇതിൻ്റെ ടെക്സ്ചർ നോക്കിക്കേ, എന്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേ നോക്കിക്കേ.